നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറ്റലിയിൽ കോവിഡ്-19 വൈറസ് ബാധ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 168 പേർ മരിക്കുകയുണ്ടായി. ഇറ്റലിയിൽ രോഗബാധ കണ്ടെത്തിയ ശേഷം ഇതാദ്യമായാണ് ഇത്രയും മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. രാജ്യത്ത് വൈറസ് ബാധയിൽ 631 പേർ മരിക്കുകയും 10,000-ലധികം പേരിൽ രോഗബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ആഗോളതലത്തിൽ 4,000-ലധികം ആളുകളാണ് കോവിഡ് വൈറസ് ബാധയിൽ മരണമടഞ്ഞത് തന്നെ. അതേസമയം തുർക്കിയിൽ ആദ്യ കോവിഡ്-19 വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതായി തുർക്കി ആരോഗ്യമന്ത്രി അറിയിക്കുകയും ചെയ്തു. ഇതിനോടകം തന്നെ 100-ൽ പരം രാജ്യങ്ങൾക്കാണ് ലോകത്ത് കോവിഡ്-19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ത്യയിൽ കൂടുതൽ കോവിഡ്-19 ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ കർശന യാത്രാ നിർദ്ദേശങ്ങളും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ യാത്രാ നിർദ്ദേശങ്ങൾ പ്രവാസികളെയാണ് ഏറെ ആശങ്കയിലാഴ്ത്തുന്നത്. കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിലേക്ക് യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശവും നൽകി. വിദേശയാത്രകൾ നടത്തുന്നവർ രോഗം വരാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ സ്വീകരിക്കണമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ചൈന, ഹോങ്കോങ്, സൗത്ത് കൊറിയ, ജപ്പാൻ, ഇറ്റലി അടക്കമുള്ള കോവിഡ്-19 പടർന്ന വിവിധ രാജ്യങ്ങളിൽ യാത്രകൾ നടത്തിയവർ 14 ദിവസത്തേക്ക് സ്വയം കരുതൽ സംരക്ഷണയിൽ തുടരണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. ഈ മാസം 11 മുമ്പ് നൽകിയ ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ പൗരന്മാർക്കുള്ള വിസയും ഇന്ത്യ റദ്ദാക്കി. രാജ്യത്ത് ഇതുവരെ 55 പേർക്കാണ് കോവിഡ്-19 ബാധ സ്ഥിരീകരിച്ചത്. ഈ പശ്ചാത്തലത്തിൽ 20 മന്ത്രാലയങ്ങളുടെ നേതൃത്വത്തിൽ സാഹചര്യങ്ങൾ നേരിടാനുള്ള പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇന്നലെ 8 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രതയിലാണ് കേരളം. ഇതുവരെയുള്ള കണക്ക് പ്രകാരം ആകെ രോഗബാധിതരുടെ എണ്ണം 14 ആരോഗ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. കൊച്ചിയിൽ രോഗബാധിതനായ 3 വയസ്സുകാരന്റെ മാതാപിതാക്കൾക്ക് വൈകിട്ടോടെ രോഗം സ്ഥിരീകരിച്ചതോടെയാണ് എണ്ണം 14 മാറിയത്. പത്തനംതിട്ടയിൽ 7 പേർക്കും, കോട്ടയത്ത് 4 പേർക്കും, എറണാകുളത്ത് 3 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. രോഗബാധിതരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച പത്തനംതിട്ട സ്വദേശികളുടെ അച്ഛനമ്മമാർക്ക് പ്രായത്തിന്റേതായ അവശത കൂടിയുള്ളതിനാൽ ഇവരുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രതയിലാണ്. സംസ്ഥാനത്ത് നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം 1495 പേരായെന്നും കെ ശൈലജ അറിയിച്ചു. ഇവരിൽ 259 പേർ ആശുപത്രിയിലെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ രോഗബാധിതരുമായി സമ്പർക്കത്തിലുള്ളവരെ കണ്ടെത്താൻ പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, കൊല്ലം ജില്ലകളിൽ കൂടുതൽ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. 980 സാമ്പിളുകൾ അയച്ചതിൽ 815 പേരുടെ ഫലം കിട്ടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സാമ്പിൾ പരിശോധന പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്തെ പരിശോധന ഇന്ന് തുടങ്ങുന്നതായിരിക്കും. രാജീവ് ഗാന്ധി സെന്ററിൽ പരിശോധനയ്ക്ക് അനുമതിയും തേടിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്ന് കൂടുതൽ സാമ്പത്തിക സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.